ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വേറെ എന്നാ അക്കൗണ്ട് കേരളത്തിലെ വിശേഷങ്ങൾ. മഴ തകർത്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾക്കൂടെ ഭയങ്കര വെയിൽ സഹിക്കാൻ വയ്യ. പാടി കരിഞ്ഞു പോവുക മനുഷ്യർ. അതെനിക്ക് വെയിൽ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് മഴ ഇങ്ങോട്ട് പറഞ്ഞു വിടുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് വെയിലിനെ അങ്ങോട്ട് പറഞ്ഞ് അയച്ചേക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ വേറെ എന്നാണ്, വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക്, ഒരു എങ്ങനായിരുന്നു എന്നൊരു കമൻറ്റ്, ഒരു ഷെയർ. ഓക്കെ. ഇപ്പോൾ ഇത് സൺഡേ സ്പെഷ്യൽ ആണ് ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ രാവിലെ ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞിട്ട് രോഹിത്ത് കളിക്കാൻ പോയി. സ്കൂളിൽ നിന്നവന് പ്രാക്ടീസ് ഉണ്ട്. അങ്ങനെ അവൻ പോയേക്കുന്നു. സൺഡേയാ. ബിരിയാണി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വയ്ക്കാമെന്നും പറഞ്ഞൊന്ന് തിള വന്നിട്ട് ഉപ്പും എരിയൊക്കെ പാകത്തിനാണെന്ന് നോക്കിയിട്ട് അവനെ മൂടാമെന്ന് വിചാരിച്ച് വെച്ചേക്കുക. ചോറാവുന്നുണ്ട്. ഇവിടെ ചിക്കൻ്റെ പൊരിക്കാനുള്ളതെല്ലാം മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്നോട്ട്. ഇവിടെ ജോലി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവൾക്ക് ഞായറാഴ്ച ഹോംവർക്കൊക്കെ എഴുതാനുണ്ടെന്നും പറഞ്ഞ് വലിയ കാര്യത്തിന് വന്നിരുന്ന് എഴുതി പഠിക്കുക പുള്ളിക്കാരി. പക്ഷേ സൈഡ് ബിസിനസ്സും ഇവിടെ നടക്കുന്നുണ്ട്. TV ഓൺ ചെയ്ത് പാട്ടും കേട്ടുകൊണ്ടാണ് പരിപാടി നടക്കുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നാളെ അറിയാം. കാര്യം വൈകുന്നേരം പാതിരാത്രിക്ക് ഇരുന്ന് ഹോംവർക്ക് എഴുതുമ്പോഴേ അറിയാം ഇന്നത്തെ പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ട്യൂഷൻ ഇല്ല, പുള്ളിക്കാരത്തി പോയിട്ടില്ല. അപ്പം ഇവന് സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ പോയി. ചേട്ടൻ ഇന്ന് വർക്കുണ്ട്, പുള്ളിക്കാരനും പോയി. അപ്പോൾ എല്ലാവരുമൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ബിരിയാണി, ചിക്കൻ 65, വൈറ്റ് റൈസ്, രസം, പിന്നെ വേറെ തൈര്, റൈത്ത, ഇത്രയും ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ്. മിക്കവാറും രസം ഒഴിവാക്കും. രസം ഉച്ചക്കലത്തേക്ക് ഞങ്ങൾക്ക് ആക്കാതെ രാത്രിയിലത്തേക്ക് ചോറിനെടുക്കാമെന്നും പറഞ്ഞ് രാത്രിയിലത്തേക്ക് രസം വയ്ക്കുക. ചിലപ്പോൾ ഇത് അങ്ങോട്ടൊക്കെ മാറും. മനുഷ്യൻ്റെ കാര്യമല്ലേ. പിന്നെ ഒരുപാട് ദിവസം കൊണ്ട് വീഡിയോ ഒക്കെ വളരെ ഗ്യാപ്പായി പോകുന്നുണ്ട്. യൂട്യൂബ് മാമ എന്തോ വിചാരിക്കും എന്തോ. നമുക്കും ഒരു ജോലിയില്ലെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും മര്യാദയ്ക്ക് യൂട്യൂബിൽ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്താൽ വീഡിയോ ഇടുക ഒക്കത്തില്ലെന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ ഞങ്ങൾ തൂത്ത് വെളിയിലെറിഞ്ഞ് കളയുമെന്ന് പറയും. തീർച്ചയായിട്ടും സാരമില്ല. അങ്ങനെ ഒരു വഴക്ക് കേൾക്കണ്ടെന്നും പറഞ്ഞാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് മുഖം കാണിച്ചിട്ട് പോകുന്നത്. പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ? ഭയങ്കര ചൂട്. പിന്നെ ചൂട് മാത്രമല്ല, കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ജനലും തുറന്നിടാക്കുന്നില്ല, കതവും തുറന്നിടാക്കുന്നില്ല. ഗ്യാസിന് തീയങ്ങ് പറക്കുക. അതുകൊണ്ട് ഈ ഇത്ര ഇരുട്ടത്ത് ലൈറ്റ് തൊട്ടും അങ്ങോട്ട് കണ്ണിന് പിടിക്കുന്നില്ല. ശരി. പിന്നെ എല്ലാവരുടെ വീട്ടിൽ സൺഡേ സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക. കഴിഞ്ഞ ആഴ്ച നമുക്ക് പിന്നെ എന്തുവായിരുന്നു, മീൻ വാങ്ങിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ മീൻ മേടിക്കുന്നതൊക്കെ വലിയൊരു ചടങ്ങെന്ന് പറയാമല്ലോ. ആണ്ടിലും സംക്രാന്തിക്കും നമുക്കിവിടെ മീൻ വരുന്നില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോകണം. മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചുകൊണ്ടൊക്കെ തന്ന് തിന്നുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. പുള്ളിക്കാരൻ പോകത്തുമില്ല. പിന്നെ ഒരു മീൻകാരൻ ചേട്ടനുണ്ട്. അങ്ങനെ വരും. മാസത്തിൽ ഒരു പ്രാവശ്യമോ ചിലപ്പോഴെങ്ങാണ്ട് 2 പ്രാവശ്യം വരും. പക്ഷെ വന്നു കഴിഞ്ഞാൽ നല്ല മീൻ. ആ മനുഷ്യൻ മാത്രം മീൻ ആർക്കും കട്ട് ചെയ്ത് കൊടുക്കത്തില്ല. കട്ട് ചെയ്ത് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും കട്ട് ചെയ്ത് തരും. മീൻ കൊണ്ടുവരുന്നവർ മീൻ പീസാക്കി തരുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ജോലിയുണ്ട്. ഇല്ല, വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് മീൻ കട്ട് ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ മലയാളികളാണെങ്കിൽ ഒരു ചാളയാണെങ്കിലും ഒരു വണ്ടൻ ചൂരയാണെങ്കിലും അങ്കടയാണെങ്കിലും അത് നമ്മൾ സൈസിന് കട്ട് ചെയ്തെടുത്തോളും. പക്ഷേ ഇതൊന്നും അറിയത്തില്ല. അതാണ് മെയിൻ കാര്യം. ഇടയ്ക്ക് കറണ്ട് വന്നും പോയി നിൽക്കുമായിരുന്നു. ഒന്നാമത് കതവെല്ലാം അടച്ചിട്ടേക്കുക. അങ്ങനെ അപ്പം ഈ പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന മീൻ അങ്ങനെ ആരും അത്ര വാങ്ങിക്കത്തില്ല. കാര്യം ആരും അറിഞ്ഞുകൂടാ. മീൻ വെട്ടി തേച്ച് അറിഞ്ഞുകൂടാ. നമ്മൾ മാത്രമേ മേടിക്കത്തുള്ളൂ. നമ്മളെടുത്ത് വാങ്ങിച്ചുകൊണ്ടുവന്ന് ചാളയാണെങ്കിലും എന്താണെന്നെങ്കിലും അയല, പാര, പിന്നെ ഇവിടെയൊക്കെ ഉള്ള മീനിൻ്റെ പേരെന്ത്, ഊളി, സിലോപ്പിയയ്ക്ക് വേറെന്താണ്ട് പേരാ പറയുന്നത്. അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ കിട്ടും.
വല്ലപ്പോഴും. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ദമ്മിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ദമ്മിട്ട് എന്തോന്ന് നോക്കിയിട്ട് ദമ്മൊക്കെ ഇട്ട് റെഡിയാക്കി വയ്ക്കണം. വാഴയില കുറച്ച് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇപ്രാവശ്യം ബിരിയാണി മൂടിയിരിക്കുന്നു. വാഴയില ഇട്ട് മൂടിയിരിക്കണമെന്നും പറഞ്ഞ് മറക്കാതെ വാഴയില ഫസ്റ്റ് എടുത്ത് എന്തോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇതെല്ലാം ആകുന്നതിനിടയിൽ കൂടെ സൈഡിൽ കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതും എടുക്കാനുള്ളതും ഒക്കെ അങ്ങ് നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകാനൊന്നും നിൽക്കേണ്ടുന്ന കാര്യമില്ല. പോയി കിടന്നാൽ മതി, റെസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഇതൊരു ഐഡിയ പോലെ ഇപ്പം വൃത്തിയായിട്ടെല്ലാം അപ്പോൾ ഉള്ള ജോലികൾ അപ്പോൾ ചെയ്യുന്നുണ്ട്. കുറച്ച് മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ ചെറിയ സ്റ്റെപ്പ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുമല്ലോ, അതുപോലെ. അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട്. വിജയകരമായി ചോറ് വെന്തിട്ടുണ്ട്. വെള്ളച്ചോറ് കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ അങ്ങോട്ട് വാർത്തിടുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അതിൻ്റെ അടപ്പ് എന്ത് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ അങ്ങനെ അടപ്പിനെ കണ്ടുപിടിച്ച് ചോറൊരു പരിപാടിയാണ്. ഒരുവിധം ഒതുക്കി ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൺഡേ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയുക. ഇതിൻ്റെ ഇടയിൽ കൂടെ മാഡം ഐസ്ക്രീം വന്നപ്പോൾ മോൻ വരെ ഇല്ലല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഐസ്ക്രീം തിന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ കള്ളി അവൾക്ക് മാത്രം മേടിച്ചുകൊണ്ട് വന്ന് അന്നൊരു പ്രാവശ്യം അവൻ തന്നെ എന്നു പറഞ്ഞ് അതിൻ്റെ പകരം വീട്ടിയത്. എന്നാലും നമുക്കൂടെയൊക്കെ ഇച്ചിരിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ തന്നു. കൊള്ളാം, കുഴപ്പമില്ല, സൂപ്പറാണ്. ഭയങ്കര തണുപ്പ്. എപ്പോൾ എങ്ങനെയാണോ പിള്ളേർ തിന്നുന്നത്. എന്തെങ്കിലും തിന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പാക്കും കവറ് എല്ലാം കൊണ്ട് ഒളിച്ച് വെച്ച് കുപ്പയ്ക്കകത്ത് കൊണ്ടുപോയി പൊക്കി വേസ്റ്റിൻ്റെ അടിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാ പരിപാടിയും ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. ദമ്മിട്ട് വെച്ച് ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പം ചിക്കൻ കറി കുക്കറിലാണ് വെച്ചിരുന്നത്. ഇനി പൊരിച്ച് 2-3 സെക്ഷൻ പൊരിച്ചുകൂടെ എടുത്തു വന്നെങ്കിൽ നമ്മുടെ പരിപാടി ഇവിടെ തീരും. പിന്നെ നമുക്കങ്ങോട്ട് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്താൽ മതി. രോഹിത് കളിയും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിക്കാൻ പോയേക്കുന്നു. അവനും വിശക്കുന്നെന്ന് പറഞ്ഞാൽ ഓടി വന്ന് രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. 2 ദിവസമാക്കി വെച്ച് കൊടുത്തിട്ട് ചെറുക്കം ഒരെണ്ണം തിന്നിട്ട് ഒരെണ്ണം അവിടെ അടച്ചു വെച്ചിട്ട് പോകണം. ശരി, ഞായറാഴ്ചയുടെ ഒന്നാണെങ്കിൽ പിന്നെ ആർക്കും രാവിലെ ഒന്നും വേണ്ട. ഉച്ചയ്ക്ക് അങ്ങ് ഭയങ്കര വിശപ്പും ആക്രാന്തോ. ശരി, നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കാണിക്കട്ടെ. ബിരിയാണി നല്ല സൂപ്പറായിട്ട് വെന്ത് ദമ്മെല്ലാം നല്ല മേലൊക്കെ ഉള്ളതെല്ലാം നല്ല രീതിയിൽ വെന്ത് സെറ്റപ്പായിട്ടുണ്ട്. സെറ്റപ്പല്ലല്ലേ, സെറ്റ്. പിന്നെ ചിക്കൻ ഗ്രേവി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇത് സ്വീറ്റാണ്, സ്വീറ്റുണ്ട്. പിന്നെ തൈര് റൈത്ത റെഡിയാക്കി വെച്ച്. വേറെ വൈറ്റ് റൈസ് കുറച്ചേ വെച്ചിട്ടുള്ളൂ. കാര്യം ഒരു പ്രാവശ്യം ഒരു ട്രിപ്പ് ബിരിയാണി തിന്നിട്ട് ഒരു ശകലം രസം ഒഴിച്ച് വൈറ്റ് റൈസ്. രസം ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ കറി ഒഴിച്ച് വൈറ്റ് റൈസും പൊരിച്ചതും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഇനി. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുഞ്ഞൻ വീഡിയോ ആയിരുന്നു ഇത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പുറം വേറെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു, താങ്ക് യു.